ഞാൻ പ്രദീപ് പിള്ള. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. തികഞ്ഞ കൃതാർത്ഥതയോടെ, നന്ദിയോടെ, ഓർമ്മകളോടെ ജനങ്ങൾക്ക് മുന്നിൽ ജനം 9ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. ജനത്തിന് ജനകീയ പിറന്നാൾ ആഘോഷം ഇന്ന് 9ാം ആണ്ട്. തീരുമാനമെടുക്കുന്നവർക്ക് പൊതുവെ പറയുന്ന ഒറ്റ പേരാണ് ജനം. ജനാധിപത്യത്തിനപ്പുറവും അതങ്ങനെയാണ്. ഉന്നം വയ്ക്കുന്ന അതേയിടത്ത് എത്തിച്ചേരുന്നതെല്ലാം ജനമാണ്. ഈ ജനം അങ്ങനെയൊന്നാണ്. വലിയൊരു ജനക്കൂട്ടത്തിന്റെ പിന്തുണയാൽ നമ്മുടെ ജനം 9 വയസ്സ് പൂർത്തിയാക്കുന്ന സുന്ദര സുരഭില സുദിനമാണിന്ന്. 10 വർഷമെന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇനിയത്തെ യാത്ര. ദേശമാണ് മുഖം, ദേശീയതയാണ് ശബ്ദം. ആ വഴിയിൽ തലയെടുപ്പോടെ തുടരും ഞങ്ങൾ. ജനം 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 കടലേഴും തഴുകുന്ന കരകളിൽ ജീവന്റെ കളിയാട്ടം കനലാട്ടം കാണാൻ പോരു. കടലേഴും തഴുകുന്ന കരകളിൽ ജീവന്റെ കളിയാട്ടം കനലാട്ടം കാണാൻ പോരു. അതിലെന്തൊരു സൗന്ദര്യം, അതിനുണ്ടൊരു സംഗീതം. നിറമായി സ്വരമായി ശ്രുതിലയമായി ജനം 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 ജനം. രാവിലെ മുതൽ തന്നെ ജനം ടിവിയുടെ യൂട്യൂബ് പേജിൽ ധാരാളം ജന്മദിന ആശംസകൾ വന്നിരുന്നു. പ്രദീപ് കുമാർ, സന്തോഷ് കുമാർ, ഹാപ്പി ബർത്ത്ഡേക്ക് നന്ദി. രാധാകൃഷ്ണൻ വൈകുണ്ഠം, സുപ്രഭാതം ടീം ജനം. ദീപേഷ് നായർ, ഗ്രീറ്റിംഗ്സ് ഓൺ അവർ ജനംസ് ആനിവേഴ്സറി. 10ാം വയസ്സിലേക്ക് കടക്കുന്ന ജനം ടിവിക്ക് ആശംസകളുമായി രാധാകൃഷ്ണൻ വൈകുണ്ഠം വീണ്ടും എത്തിയിട്ടുണ്ട്. ദേശീയത ഉയർത്തിപ്പിടിച്ച് ഭാരതീയ സംസ്കാരം സംരക്ഷിക്കുന്ന ഒരു വാർത്താ മാധ്യമം എന്ന പ്രവാസികളുടെ സ്വപ്നമാണ് ജനം ടിവിയുടെ ആദ്യ ഭാവം. രാഷ്ട്ര താൽപ്പര്യങ്ങൾക്ക് മേൽ പലതരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്താണ് ജനം ടിവി എന്ന ആശയം ഉയർന്നു വരുന്നത്. 2012 മുതൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും കോൺഗ്രസ് സർക്കാർ ചാനലിനുള്ള പ്രവർത്തന അനുമതി പലതവണ നിഷേധിച്ചു. UPA സർക്കാർ മാറി ഒടുവിൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷമാണ് ടിവിക്ക് അനുമതി ലഭിക്കുന്നത്. 5200-ലധികം ദേശസ്നേഹികളായ ഓഹരി ഉടമകളും ജനം ടിവിയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ പ്രേക്ഷകരുമാണ് ഞങ്ങളുടെ കരുത്ത്. ജനം ടിവി ഡയറക്ടർ SJR കുമാർ പറയുന്നു. നമസ്തേ. ജനം ടി വി ഔദ്യോഗികമായി സംപ്രേഷണം ആരംഭിച്ചിട്ട് ഇന്ന് മഹത്തായ 9 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇന്നതിൻ്റെ 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഈ ശുഭവേളയിൽ ജനം ടി വിയുടെ ആരംഭവും വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ ഏത് തരത്തിലേക്കൊക്കെയാണ് ഈ ചാനൽ എത്തിച്ചേരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഏതാനും വാക്കുകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം സ്വപ്നങ്ങൾ കണ്ട് ജീവിച്ച, പ്രത്യേകിച്ച് നമ്മുടെ വിദേശ നാടുകളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന, ഭാരതീയ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയതയുടെ സന്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിച്ച ഒരു കൂട്ടം പ്രവാസികൾ, അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഈ ജനം ടി വി എന്നത്. 2012 എല്ലാം തികഞ്ഞ് സംപ്രേഷണത്തിന് തയ്യാറായിരുന്ന ഈ ചാനലിന് അന്ന് ഭരിച്ചിരുന്ന കേന്ദ്ര സർക്കാർ, കോൺഗ്രസിൻ്റെ സർക്കാർ അതിന് അനുമതി നൽകിയിരുന്നില്ല. അത് പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും വൈകി. എന്നാൽ 2014 മോദി സർക്കാർ നിലവിൽ വന്നതിന് ശേഷം കൃത്യമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ
ഔദ്യോഗികമായി തന്നെ ഈ ചാനൽ പ്രവർത്തിക്കാനുള്ള എല്ലാ യോഗ്യതയും ഈ ചാനലുണ്ട്. നിയമപരമായി എല്ലാം കാര്യങ്ങളും അവർ പരിപാലിച്ചിരുന്നു എന്ന് മനസ്സിലാക്കി ജനം സംപ്രേഷണം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് നൽകുകയും അങ്ങനെ അതിൻ്റെ പ്രവർത്തനം ത്വരിതഗതിയിൽ നടത്തി 2014 തന്നെ ഏപ്രിൽ മാസം 19-ാം തീയതി എറണാകുളം വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ബ്രിസ്റ്റോ ഗ്രൗണ്ടിൽ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സംപ്രേഷണം, അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങൊക്കെ നടത്തി നമ്മൾ ആരംഭിച്ചു. അതായത് 2019 ഏപ്രിൽ മാസം 19-ാം തീയതി ശ്രീ സി രവിശങ്കർജി നിലവിളക്ക് കൊളുത്തി ആരംഭിച്ച ഈ മഹത്തായ ജനം ചാനൽ എന്ന ഈ പ്രസ്ഥാനം, അത് ഞാനൊരു പ്രസ്ഥാനം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ലക്ഷോപലക്ഷം കോടാനുകോടി ജനങ്ങൾ മനസ്സിലേറ്റിക്കൊണ്ടിരുന്നതും ഇന്നും മനസ്സിലേറ്റുന്നതുമായിട്ടുള്ള ഒരു ചാനലാണിത്. തീർത്തും അത് ജനം തന്നെയാണ്. ജനം എന്നുള്ള പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും അതിൻ്റെ ആശയവുമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേശീയത ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാർത്തകളും അനുബന്ധമായിട്ടുള്ള പ്രക്ഷേപണങ്ങളും ഒക്കെ വരണം എന്നുള്ളത് കൊണ്ട് അതിനനുയോജ്യമായ ഒരു ചാനൽ ആ സമയത്ത് നിലവിലില്ലായിരുന്നു, പ്രത്യേകിച്ച് മലയാളത്തിൽ നിലവിലില്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ചാനലിനെ കുറിച്ച് ഇതിൻ്റെ തുടക്കത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ എല്ലാം ആശയം അതായിരുന്നു. തീർച്ചയായിട്ടും ആ ആശയത്തിനോട് ചേർന്ന് തന്നെയാണ് ജനം ടി വി ഇത്രയും നാൾ സഞ്ചരിച്ചത്. കൂടാതെ ദേശീയത മാത്രമല്ല, നമ്മുടെ ഭാരതീയ സംസ്കാരവും അതുപോലെ തന്നെ സത്യം അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അത് വാർത്താ സംപ്രേഷണം മൂലമാണെന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും സത്യസന്ധമായ തരത്തിൽ കൃത്യമായ സമയത്ത് ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുന്ന ഒരു നടപടിയാണ് ജനം ടി വി ഇക്കാലം അത്രയും നടത്തിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള 100 കണക്കിന് ആളുകൾ, അതിൻ്റെ ഷെയർ എടുത്തവരും ഇതിൻ്റെ മാനേജ്മെൻറ്റിൽ പ്രവർത്തിച്ചവരും ഇതിൻ്റെ പല തലങ്ങളിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ജോലിക്കാരും എല്ലാവർക്കും ഇതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട്. വളരെ കൃത്യനിർവഹണത്തിൽ ഏറ്റവും സുസ്ഥിരമായൊരു കാര്യമാണ് ഇവരെല്ലാം നിർവഹിച്ചത്. അതുകൊണ്ടാണ് നമുക്കിന്ന് അഭിമാനത്തോടുകൂടി ഈ 9 വർഷം പൂർത്തിയാക്കി 10-ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് ചെറിയ വിഷയമല്ല. ഏതാണ്ട് 5200-ൽ പരം ഷെയർ ഹോൾഡേഴ്സ്, ചെറുതും വലുതുമായിട്ടുള്ളവർ, എന്നാൽ ഏക സ്വരൂപമായിട്ടുള്ള ഈ ജനം ടി വിയിലേക്ക് അവരുടെ പണം മുടക്കുകയും അതിനു വേണ്ട മാർഗദർശനം നൽകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. കൂടാതെ നമ്മളെല്ലാം പ്രത്യാശ അർപ്പിക്കുന്ന, ഇതേ രീതിയിൽ ചിന്തിക്കുന്ന വലിയൊരു ജനസമൂഹം, പല പല സംഘടനകൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നമ്മൾ ഈ സമയത്ത് കാണേണ്ടതാണ്.